ആയുധശേഖരം പിടികൂടി. ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സൈന്യം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ സൈന്യം വൻ ആയുധശേഖരം പിടികൂടി. കെരാൻ സെക്ടറിൽ നടത്തിയ തിരച്ചിലിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയ ആയുധങ്ങൾ പിടിച്ചെടുത്തത്. കൃത്യമായ രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ നടത്തിയതെന്ന് കരസേനയുടെ ചിനാർ കോർപ്സ് അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 6-നാണ് കെരാൻ സെക്ടറിലെ ജനറൽ ഏരിയയിൽ തിരച്ചിൽ ആരംഭിച്ചതെന്ന് ചിനാർ കോർപ്സ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അറിയിച്ചു. ഈ തിരച്ചിലാണ് ഒളിത്താവളം തകർത്തത്. 5 AK സീരീസ് റൈഫിളുകൾ, 9 AK മാഗസീനുകൾ, ഒരു ഹാൻഡ് ഗ്രനേഡ്, വൻതോതിലുള്ള വെടിക്കോപ്പുകൾ, മറ്റ് യുദ്ധസാമഗ്രികൾ എന്നിവ ഇവിടെ നിന്നും കണ്ടെടുത്തതായി കരസേന അറിയിച്ചിട്ടുണ്ട്. ജൂൺ 4-ന് ചിനാർ കോർപ്സ് അമർനാഥ് യാത്രയുടെ കവാടം എന്നറിയപ്പെടുന്ന ചന്ദർവാരിയിൽ സൈന്യം കൂറ്റൻ ദേശീയ പതാക സ്ഥാപിച്ചിരുന്നു. പരമ്പരാഗത പഹൽഗാം റൂട്ടിലാണ് ഈ സ്ഥലം. രാജ്യത്തിന്റെ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്നതിനും സൈന്യവും ജമ്മു കാശ്മീരിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് പതാക സ്ഥാപിച്ചതെന്ന് സൈന്യം വ്യക്തമാക്കി. ചന്ദർവാരിയിലെ മനോഹരമായ മലനിരകൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ പതാക അമർനാഥ് യാത്രയ്ക്കെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും പ്രചോദനമാകുമെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ കരസേനയുടെ ആധുനികവൽക്കരണത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് വ്യക്തമാക്കിയിരുന്നു. ഇതിനായി വിജയ് കർമ്മ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു. സേനയിൽ നടപ്പാക്കുന്ന ആധുനികവൽക്കരണത്തിനാണ് വിജയ് എന്ന് കരസേനാ മേധാവി പേര് നൽകിയിരിക്കുന്നത്. പുതിയ യുദ്ധമുഖങ്ങൾക്ക് പ്രാപ്തമാകുന്ന രീതിയിൽ സേനയിൽ മാറ്റം കൊണ്ടുവരിക എന്നതും ലക്ഷ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാവിക വ്യോമസേനകളുമായി സഹകരിച്ച് ഒന്നിച്ചു പോകും. ഏത് വെല്ലുവിളിയും നേരിടാൻ കരസേന സജ്ജമാണെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. ജനറൽ ധീരജ് സേത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകുകയും ചെയ്തു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ധീരജ് സേത്ത് 1986 ഡിസംബറിലാണ് ആർമഡ് കോർപ്സിൽ സേവനം ആരംഭിച്ചത്. 4 പതിറ്റാണ്ടോളം നീളുന്ന അദ്ദേഹത്തിന്റെ സേവന ജീവിതം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമതയ്ക്കും ദീർഘകാല പരിവർത്തനങ്ങൾക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മരുഭൂമിയിലെ ആർമഡ് റെജിമെന്റ്, വെസ്റ്റേൺ തിയേറ്ററിലെ ആർമഡ് ബ്രിഗേഡ്, ജമ്മു കാശ്മീരിലെ കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ് എന്നിവ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ എന്ന നിലയിൽ സുദർശൻ ചക്ര കോർപ്സിനും ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗായും പ്രവർത്തിച്ചു. സദേൺ കമാൻഡ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡ് എന്നീ 2 ഓപ്പറേഷൻ ആർമി കമാൻഡുകൾ കമാൻഡ് ചെയ്യാനുള്ള അപൂർവ നേട്ടവും 2.5 വർഷത്തോളം നിർണായക മേഖലയിൽ തന്ത്രപരമായ മേൽനോട്ടം വഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് നൽകിയ സംഭാവനകളിലൂടെയും തന്ത്രപരമായ ആസൂത്രണങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനാണ്. കരസേന ആസ്ഥാനത്ത് സ്ട്രാറ്റജിക് പ്ലാനിംഗ്, കേപ്പബിലിറ്റി ഡെവലപ്മെന്റ് വിഭാഗങ്ങൾ നിർണായക പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം നവീകരണ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകിയിട്ടുണ്ട്. സൈന്യത്തിന്റെ പ്രവർത്തന ആവശ്യങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകളുമായി യോജിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. പാരീസിലെ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോഴ്സ്, ഹയർ കമാൻഡ് കോഴ്സ്, നാഷണൽ ഡിഫൻസ് കോളേജ് എന്നിവ പൂർത്തിയാക്കിയ മികച്ച ഒരു സൈനിക പ്രൊഫഷണൽ കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ രംഗം അതിശക്തമായ മുന്നേറ്റത്തിലാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിയിൽ 56 മടങ്ങിന്റെ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള 80-ലധികം രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കായി ഗൾഫ്, ലാറ്റിൻ അമേരിക്ക, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുതിയ അന്വേഷണങ്ങൾ എത്തുന്നതായും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന ഡ്രോൺ വിപണിയായി മാറുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ പശ്ചിമേഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ 6 പ്രമുഖ രാജ്യങ്ങൾ കൂടി മിസൈൽ സ്വന്തമാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. ആഗോള പ്രതിരോധ കയറ്റുമതിയിൽ വലിയൊരു ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ മുന്നേറ്റം വൻ ഊർജമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.